റൈറ്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +2 ഫിസിക്സാണ്. ഫസ്റ്റ് ടോപ്പിക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിനെ കുറച്ചുകൂടെ ടോപ്പിക്ക് ഇൻറ്റൻസിറ്റി കൂടി, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജ് എന്നുള്ള ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കൂളംസ് ലോ, അതിൻ്റെ വെക്ടർ ഫോം പറയണം, പിന്നെ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ, പിന്നെ ഒരു കൂളംബ് ചാർജിൻ്റെ ഡെഫിനിഷൻ, പിന്നെ അതായിട്ട് റിലേറ്റ് ചെയ്ത 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ പറഞ്ഞു, ഓരോ വീഡിയോസും ഓരോ 1-2 തവണ 2-3 തവണ കേട്ട് മനസ്സിലാക്കുക, കാര്യങ്ങളൊക്കെ വ്യക്തമാകും, കൺസെപ്റ്റൊക്കെ അതുപോലെ ക്യാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് കൂളംസ് ലോ. നമ്മൾ പറഞ്ഞു ഫോഴ്സ്, ചാർജിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ചാർജ് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നതെന്ന് പറഞ്ഞു തുടക്കത്തിൽ. അപ്പം ഒരു ചാർജ് മറ്റൊരു ചാർജുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിൽ നമുക്കറിയാം ലൈക്ക് ചാർജ് റിപ്പൽസ്, അൺലൈക്ക് ചാർജ് അട്രാക്ട്സ്. നമ്മളതിങ്ങനെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വന്നത്. അപ്പോൾ ഈ ഇൻട്രാക്ഷനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത് കൂളംബ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 2 ചാർജസിന് നമ്മൾ കൂളംസ് ലോ ഓർ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നും അറിയപ്പെടും. അപ്പോൾ ഫോഴ്സിൻ്റെ ഇൻട്രാക്ഷൻ ഓഫ് ഫോഴ്സസ് ബിറ്റ്വീൻ 2 ചാർജസ്, അതിനെക്കുറിച്ചാണ് ആര് പറയുന്നത്? കൂളംബ് പറയുന്നത്. അപ്പോൾ 2 ചാർജുകൾ നമ്മൾ പറയാം Q1 Q2 എന്ന് പറയുന്ന 2 ചാർജ് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ ലെറ്റ് Q1 എന്ന് പറയുന്ന ഒരു ചാർജും Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജും R എന്ന് പറയുന്ന അകലത്തിൽ വെച്ചു. R എന്ന അകലത്തിൽ വെച്ച് ഇപ്പോൾ ഇത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ ഏത് ചാർജ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയാലും ശരി നെഗറ്റീവ് ആയാലും ശരി, ദർ ഇസ് എൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് 2, ഐദർ റിപ്പൾഷൻ ഓർ അട്രാക്ഷൻ. റിപ്പൾഷനോ അല്ലെങ്കിൽ അട്രാക്ഷനോ ആയിട്ട് ഇവിടെ ഉണ്ടാവും, അത് ഷുവറാണ്. അപ്പം ഈ Q1 Q2 അട്രാക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് അതെത്രയാവും എന്നാണ് നമ്മൾ കൂളംസ് ലോയിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് കൂളംസ് ലോ, കൂളംബ് നമുക്ക് പറഞ്ഞിരുന്നത്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പോലെ തന്നെ നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഗ്രാവിറ്റേഷൻ്റെ ഇൻവേഴ്സ് സ്ക്വയർ ലോ നമ്മൾ എന്താ പഠിച്ചത്? F = G(m1m2/r²). ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് അട്രാക്ഷൻ അല്ലേ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും അട്രാക്ഷനാണ്, അവിടെ റിപ്പൾഷൻ ഇല്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? റിപ്പൾഷനും ഉണ്ടാവും. കാരണം ചാർജ് ഉള്ളവരാണ്. മാസിന് എന്തില്ല, നമ്മൾ ചാർജ് ഇല്ലല്ലോ, മാസ് ഇസ് സ്കേലാർ ക്വാണ്ടിറ്റി. ചാർജും സ്കേലാർ ക്വാണ്ടിറ്റി തന്നെയാണ്, പക്ഷെ ചാർജിന് എന്തുണ്ട്? പോസിറ്റീവും നെഗറ്റീവും വേറെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? അട്രാക്ഷനുണ്ട് റിപ്പൾഷനുണ്ട്. ഇവിടെ ഇതെന്താണ്? അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. F ∝ 1/r². ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം. ഇതേപോലെ തന്നെയാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. മാസിന് പകരം ആര് വരും? ചാർജ് വരും. അപ്പോൾ മാസിന് പകരം ചാർജ് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് എഴുതണമെങ്കിൽ എഴുതാം. ജിക്ക് പകരം ഒരു കോൺസ്റ്റൻറ്റ് വേറെ വരും. ഇത് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് അല്ലേ. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ കൊടുക്കണം, മാസിന് പകരം ചാർജുകളും കൊടുക്കണം. ഡിസ്റ്റൻസിനൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷെ എന്താണ് കൂളംബ് ലോ ആയിട്ട് പറഞ്ഞത്? അപ്പോൾ if 2 charges are separated by a small distance, the force of interaction between these 2 charge is proportional to force between these 2 charges is directly proportional to the product of charge means Q1 and Q2. Magnitude of Q1 and Q2 രണ്ടിൻ്റെയും പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ കൂളംസ് ലോ സ്റ്റേറ്റ് ദാറ്റ്, എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? ദ ഫോഴ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ 2 ചാർജസ്, force of interaction between 2 charges separated by a distance is directly proportional to
product of the charges and inversely proportional to square of the distance between them. The force of interaction between any two charges separated by a distance is directly proportional to product of their charges and inversely proportional to square of the distance between them. That means F proportional to Q1 Q2 by R square. Q1 Q2 by R square. അപ്പോൾ നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി സൈൻ വെച്ച് നമുക്ക് പ്രോബ്ലംസ് പാർട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? എഫ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 by R square. This is Coulomb's law of electrostatics. The force is directly proportional to the product of charges and inversely proportional to square of the distance. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ റിമൂവ് ചെയ്യാൻ കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവന്നു. കെ ഇലക്ട്രോസ്റ്റാറ്റിക് കോൺസ്റ്റൻ്റ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. ഈ കെയുടെ വാല്യൂ വാട്ട് ഈസ് കെയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോൾ ഈ ചാർജുകൾ ഫ്രീ സ്പേസിലാണെങ്കിൽ, ഫ്രീ സ്പേസ് മീൻസ് എയർ ഓർ വാക്വത്തിലോ ഫ്രീ സ്പേസിലോ ആണെങ്കിൽ ദ കെയുടെ വാല്യൂ 1/4πε0 എന്നാണ് പറയാം. ഇയാൾ പുതിയ ആളായിരിക്കും. അയാളെ പേരെന്താണ്? എപ്സിലോൺ 0. വായിക്കേണ്ടത് എപ്സിലോൺ 0. അപ്പോൾ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എന്താ? permittivity of free space. Permittivity of free space. എന്താ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ചാർജിൻ്റെ പ്രസൻസിലേക്ക് മറ്റൊന്നിനെ കടത്തി വിടാതിരിക്കാനുള്ള കഴിവ്. അതായത് റിപ്പൽ ചെയ്യുക, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുക? അലൗ ചെയ്യുക, റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? പെർമിറ്റിവിറ്റി. ഇപ്പോൾ ഒരു ഇലക്ട്രിക് ചാർജിന് മറ്റൊരു ഇലക്ട്രിക് ചാർജിനെ കൊണ്ട് കടത്തി വിടാതിരിക്കാൻ അത് എത്രത്തോളം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ ഒരു ചാർജിൻ്റെ ഒരു ചാർജ് അതിന് മറ്റതിൻ്റെ ഇൻഫ്ലുവൻസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് ആര്? എപ്സിലോൺ 0 എന്ന് പറയുന്ന അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് കെ ഈസ് 1/4πε0 ആണ്. ഇനി എപ്സിലോൺ 0ൻ്റെ വാല്യൂ എത്രയാ? എപ്സിലോൺ 0ൻ്റെ വാല്യൂ 8.85 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇപ്പോൾ യൂണിറ്റും വാല്യൂവും പഠിക്കുക. ചോദിക്കാറുണ്ട്, പരീക്ഷയ്ക്ക് വരാറുണ്ട്. 8.85 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ. കൂളം സ്ക്വയർ എങ്ങനെ യൂണിറ്റ് എഴുതിയത്? എപ്സിലോൺ 0ൻ്റെ. അപ്പോൾ എപ്സിലോൺ 0 എഫിൻ്റെ ഇക്വേഷൻ എന്താ വരിക? എഫ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നല്ലേ വരിക. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എപ്സിലോൺ 0ൻ്റെ യൂണിറ്റ് എഴുതാൻ നമ്മൾ 4π എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ലേ. ഇപ്പോൾ 1/4π കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എപ്സിലോണിൻ്റെ യൂണിറ്റ് എന്താ വരിക? Q1 Q2 ബൈ എഫ് ആർ സ്ക്വയർ അതല്ലേ വരിക. എപ്സിലോൺ 0 അങ്ങോട്ട് വരുമ്പോൾ എഫ് ഇവിടെ വരും. അപ്പോൾ ക്യൂവിൻ്റെ യൂണിറ്റ് കൂളം സ്ക്വയർ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അപ്പോൾ കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഇസ് ദി യൂണിറ്റ് ഓഫ് എപ്സിലോൺസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇലക്ട്രിക് ചാർജിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണെന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിൻ്റെ വാല്യൂ എത്രയാണ്? 8.85 ഇൻറ്റു 10⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ പഠിച്ചു വെച്ചിരിക്കണം. അതേപോലെ അതിൻ്റെ ഡയമെൻഷനും കണ്ടുപിടിക്കണം. എപ്സിലോൺ 0ൻ്റെ ഡയമെൻഷൻ ഫസ്റ്റ് ഇയർ പഠിച്ചതല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് എപ്സിലോൺ 0ൻ്റെ ഡയമെൻഷനും കണ്ടുപിടിക്കണം. അപ്പോൾ കൂളംസ് ലോൻ്റെ ഫോം എന്തായി മാറി? എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ക്ലിയർ ആയില്ലേ? എഫ് പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓർ എഫ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ആരാ കോൺസ്റ്റൻറ്റ്? 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നായി. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രീ സ്പേസ് അല്ല, എനി മീഡിയം, ഏതെങ്കിലും ഒരു മീഡിയത്തിലാണ് നമ്മൾ വെച്ചതെങ്കിൽ, നമ്മൾ ചാർജിനെ വെച്ചതെങ്കിൽ നമ്മളെ ഫോഴ്സ് എങ്ങനെയായി മാറും? ഇപ്പോൾ മീഡിയത്തിൽ രണ്ട് ചാർജും കിടക്കുന്നത് മറ്റൊരു മീഡിയത്തിൽ, ഇപ്പോൾ വെള്ളത്തിലോ മണ്ണിലോ ഒക്കെ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എഫ് മീഡിയം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ
മീഡിയത്തിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രീ സ്പേസിൻ്റെത് മാത്രം പോരാ പെർമിറ്റിവിറ്റി, നമ്മളെടുത്ത മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയും കൂടിയും വേണം. അതിന് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എന്നാ പറയാം. അപ്പോൾ നമ്മൾ എടുത്ത മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ് എന്ത്? എപ്സിലോൺ ആർ. എപ്സിലോൺ ആറിൻ്റെ പേരെന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള മറ്റൊരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി, അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ. അപ്പോൾ എപ്സിലോൺ സീറോൻ്റെ കൂടെ ആര് കൂടെ കയറി വന്നു? മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയും കയറി വന്നു. Q1 Q2 by R square. What this means? ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് മീഡിയത്തിലാവുമ്പോൾ കുറയോ കൂടുമോ? കുറയും. എത്ര കുറയുന്നു? എഫ് മീഡിയം എന്ന് പറയുന്നത് എഫ് ബൈ എപ്സിലോൺ ആർ ആണ് അല്ലേ? ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസസ്. അപ്പോൾ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇൻ മീഡിയം ഡിക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ എപ്സിലോൺ സീറോൻ്റെ കൂടെ ആര് കൂടെ കയറി വരുന്നു? എപ്സിലോൺ ആറ് കൂടി കയറി വരുന്നു. അപ്പോൾ നേരത്തെ എയറിലുണ്ടായിരുന്ന ഫോഴ്സിനേക്കാൾ 1/എപ്സിലോൺ ആറായിട്ട് മീഡിയത്തിലെ ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ വാട്ട് ഈസ് ദിസ് പ്രോഡക്റ്റ്? ഈ എപ്സിലോൺ സീറോ എപ്സിലോൺ ആർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്താണ്? ആ പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. എപ്സിലോൺ എന്താ വിളിക്കുക? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ സീറോ എപ്സിലോൺ ആറാണ്. ഓർ എപ്സിലോൺ ആർ ഈക്വൽ ടു എന്ത് വരും? എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ ഓർ എഫ് ബൈ എഫ് എം. എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ ഓർ എഫ് ബൈ എഫ് എം. അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് ഡയമെൻഷനോ യൂണിറ്റോ ഇല്ല. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്തയാളാണ് ആര്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു എഫ് ബൈ എഫ് എം. ഫോഴ്സ് ബൈ ഫോഴ്സ് തന്നെയല്ലേ? അപ്പോൾ കട്ട് ചെയ്തു. ഇവിടെയോ പെർമിറ്റിവിറ്റി ബൈ പെർമിറ്റിവിറ്റി തന്നെയാണ്. അപ്പോൾ അത് യൂണിറ്റും ഡയമെൻഷനും ഒക്കെ കട്ട് ചെയ്തു പോകും. അപ്പോൾ ഡയമെൻഷനോ യൂണിറ്റോ ഇല്ലാത്ത ആളാണ് ആര്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഡിക്രീസസ് ഇഫ് ദേ ആർ പ്ലേസ്ഡ് ഇൻ എ മീഡിയം ഓഫ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ. Then force decreases by 1/epsilon r. Epsilon സീറോയുടെ ഡയമെൻഷൻ അപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ എന്താ വരിക? എഫ് ഇസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q1 Q2 by R സ്ക്വയർ എന്നാണ് അല്ലേ? അപ്പോൾ എപ്സിലോൺ സീറോൻ്റെ കാണുമ്പോൾ നമ്മൾ എന്ത് വരും? Q1 Q2 by 4πfr സ്ക്വയർ. 4πക്ക് ഡയമെൻഷനും ഇല്ല യൂണിറ്റും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ഒഴിവാക്കാം. അപ്പോൾ എപ്സിലോൺ സീറോൻ്റെ ഡയമെൻഷൻ കാണാൻ ക്യൂവിൻ്റെ ഡയമെൻഷൻ എന്താ? ചാർജിൻ്റെ ഡയമെൻഷൻ ഐ ടി ആണ്. ഐ ടി അല്ലേ? എങ്ങനെയാ? ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എസ് ടൈം. അപ്പോൾ ടൈമിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടി. ക്യൂ ബൈ ടി അല്ലായിരുന്നോ? അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അപ്പോൾ ക്യൂ ഈക്വൽ ടു ഐ ടി. ഐയും സ്കെയിലാറാണ് ടിയും സ്കെയിലാറാണ്. അപ്പോൾ ഐ ടി സ്ക്വയർ ബൈ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫസ്റ്റ് ഇയർ പഠിച്ചല്ലേ? എം എൽ സ്ക്വയർ എം എൽ ടി റേസ് ടു -2. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു -2. ആർ സ്ക്വയർ പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എൽ സ്ക്വയർ. അപ്പം എന്തായി? ഡയമെൻഷൻ ഐ സ്ക്വയർ ടി സ്ക്വയർ എം മുകളിലേക്ക് വന്നാൽ -1 എൽ സ്ക്വയറും എൽ ക്യൂബ്. അപ്പോൾ ഇതായി എൽ റേസ് ടു -3 ടി സ്ക്വയർ -2 മുകളിലേക്ക് വരുന്നു. അപ്പോൾ +2 ഇവിടെ ഉള്ളൂ. അപ്പോൾ എത്രയായി? ടി റേസ് ടു 4. ദിസ് ഈസ് ദി ഡയമെൻഷൻ ഓഫ് എപ്സിലോൺ സീറോ. അപ്പോൾ എപ്സിലോൺ സീറോയുടെ ഡയമെൻഷൻ എം റേസ് ടു -1 എൽ റേസ് ടു -3 ഐ സ്ക്വയർ ടി റേസ് ടു 4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വെക്റ്റർ ഫോം. കൂളംസ് ലോൻ്റെ വെക്റ്റർ ഫോമാണ്. അപ്പോൾ വെക്റ്റർ ഫോം പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻ കൂടി പറയാമെന്നുള്ളതാണ്. അപ്പോൾ Q1 Q2 രണ്ട് ചാർജുകളാണ്. R അകലത്തിലാണ് വെച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോഴ്സ് പറയുമ്പോൾ Q1 Q2ൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാം. Q2 Q1ൻ്റെ മുകളിലും ഫോഴ്സ് അപ്ലൈ ചെയ്യാം.
അപ്പോൾ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു 2. ഇതെന്താ വയ്ക്കുക? ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. അപ്പോൾ ഇതെന്തായിരിക്കും? ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1. അപ്പോൾ Q1 Q2ൻ്റെ മുകളിൽ ചെയ്യുന്ന ഫോഴ്സ്, ഇതാണെങ്കിൽ Q2 Q1ൻ്റെ മുകളിൽ ചെയ്യുന്ന ഫോഴ്സ്. ഇങ്ങനെ നമ്മൾ നൊട്ടേഷൻ ഡയറക്ഷൻ പറയുമ്പം പറയാം. അപ്പോൾ ഈ ഡയറക്ഷൻ പറയുമ്പോൾ എന്താ വ്യത്യാസം? ഈ R എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇപ്പോൾ O എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും R1 അകലത്തിലാണ് Q1 ഇരിക്കുന്നത്, R2 അകലത്തിലാണ് Q2 ഇരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും അളക്കാം, ഇവിടുന്ന് ഇങ്ങോട്ടും അളക്കാം. അപ്പോൾ നമ്മൾ അതിനെ വെക്റ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് അളക്കുമ്പോൾ R12 വെക്റ്റർ ആക്കി എഴുതും ഡയറക്ഷൻ. ഇതെന്താ? R2 മൈനസ് R1 ആണ്. അതായത് R2 ഒന്നും R1നെ കുറച്ചു. ഇനി R21 ആണെങ്കിലോ, R21 ആണെങ്കിൽ R1ൽ നിന്നും R2നെ കുറച്ചു. പക്ഷെ ഇതിങ്ങനെ ചെയ്താലും തിരിച്ച് ചെയ്താലും ഒരു സൈൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ നമ്മളിതിൻ്റെ യൂണിറ്റ് വെക്ടറാണ് ഇതിന് ഡയറക്ഷനായിട്ട് പറയാം. ഈ R12ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എങ്ങനെയല്ല എഴുതുക? R12. R21ൻ്റെ മാഗ്നിറ്റ്യൂഡോ R21 എന്ന് എഴുതും. ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് യൂണിറ്റ് വെക്ടർ. അപ്പോൾ R12 എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? R12 ക്യാപ്. R21 എന്ന വെക്ടറിൻ്റെ ഡയറക്ഷനോ R21 ക്യാപ്. നമ്മൾ ക്യാപ്പ് യൂണിറ്റ് വെക്ടറൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാ. അപ്പോൾ വെക്ടർ R12ൻ്റെ മാഗ്നിറ്റ്യൂഡ് R12 ആണ്, വെക്ടർ R21ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? R21. പക്ഷെ R12ൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? യൂണിറ്റ് വെക്ടർ ഓഫ് R12 ആയിരിക്കും. R21ൻ്റെ ഡയറക്ഷനോ യൂണിറ്റ് വെക്ടർ ഓഫ് R21 ആണ്. അപ്പോൾ യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരുന്നു? വെക്ടർ ബൈ ഇറ്റ്സ് മോഡുലസ്, അല്ലേ? ഓർക്കുന്നുണ്ടോ? വെക്ടർ ബൈ ഇറ്റ്സ് മോഡുലസ് ആണ് നമ്മൾ എന്ത് എഴുതുക? യൂണിറ്റ് വെക്ടറിനെ എഴുതുക. അപ്പോൾ R12 ക്യാപ്പിന് നമ്മൾ എങ്ങനെ എഴുതുക? വെക്ടർ R12 ബൈ മോഡുലസ് ഓഫ് R12, അല്ലേ? R21നെയോ വെക്ടർ R21 ബൈ മോഡുലസ് ഓഫ് R21. അപ്പോൾ ഇതിലൊരു കാര്യം, ഈ നമ്മൾ R12നെ നമുക്ക് എന്ത് എഴുതാം? മൈനസ് ഓഫ് R1 മൈനസ് R2 എഴുതിക്കൂടെ? ഈ R2 മൈനസ് R1നെ മൈനസ് പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? R1 മൈനസ് R2 എന്ന് കിട്ടും. അപ്പോൾ വെക്ടർ R12 എന്ന് പറയുന്നത് മൈനസ് ഓഫ് വെക്ടർ R21 ആണ്. In the same way, the force of charge Q1 due to Q2, വെക്ടർ ഫോമിൽ എഴുതിയാൽ F12. Force of charge Q2 due to Q1 is vector F21. അപ്പോൾ according to Coulomb's law, F is F12. What is F12? F12 is equal to 1 by 4 pi epsilon 0 Q1 Q2 by R12 square. R12 square. F21 F21 is equal to 1 by 4 pi epsilon 0 Q1 Q2 by R21 square. R12 equal to minus R21 ആണെങ്കിൽ F12 എന്ന് പറയുന്നത് മൈനസ് ഓഫ് F21 ആയിരിക്കും. ഒന്നുമില്ല, Q1 അങ്ങോട്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്തു? Q1 Q2 by 4 pi epsilon 0 R square എന്ന് എഴുതും. Q2 ഇങ്ങോട്ട് ചെയ്യുന്ന ഫോഴ്സോ Q2 Q1 by 4 pi epsilon 0 R square എന്ന് എഴുതും. തമ്മിൽ എന്താ വ്യത്യാസം? ഒന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, മറ്റേത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദർ ഇസ് എ നെഗറ്റീവ് സൈൻ. അതിൻ്റെ മീനിങ് എന്താ? Q1 ചെയ്യുന്നത് ആക്ഷൻ ആണെങ്കിൽ Q2 ചെയ്യുന്നത് റിയാക്ഷൻ ആണ്. ഇതെന്താ? ന്യൂട്ടൺസ് തേർഡ് ലോ, അല്ലേ? അതായത് കൂളംസ് ലോ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നു. എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. Q1 Q2നെ എത്രത്തോളം ഫോഴ്സിൽ ഇങ്ങോട്ട് വലിക്കുന്നു, അത്രത്തോളം ഫോഴ്സിൽ Q2 എന്ത് ചെയ്യും? Q1നെയും വലിക്കും. അപ്പം ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു
ചാർജസ് അതിൻ്റെ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ വെക്ടർ F12 അല്ലെങ്കിൽ വെക്ടർ F21 എന്ന് എഴുതും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 Q1 Q2 ബൈ വെക്ടർ R12 സ്ക്വയർ അല്ലെങ്കിൽ F21 is equal to 1/4πε0 Q1 Q2 by vector R21 square, or in general vector F is equal to 1/4πε0 Q1 Q2 by vector R square. Or നമ്മൾ യൂണിറ്റ് വെക്ടറിൻ്റെ ടേംസിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to 1/4πε0 Q1 Q2 by R square into R cap. ഇങ്ങനെ എഴുതിയേ R cap is equal to vector by modulus ആണ് അല്ലേ? അപ്പോൾ വെക്ടർ is equal to എന്താണ്? യൂണിറ്റ് വെക്ടർ ബൈ ഇറ്റ്സ് മോഡുലസ്. അപ്പോൾ ഇൻ ജനറൽ ഫോം ഓഫ് കൂളംസ് ലോ ഇൻ വെക്ടർ ഫോമിൽ വെക്ടർ F is equal to 1/4πε0 Q1 Q2 by vector R square എന്നോ R cap by 1/4πε0 Q1 Q2 R cap by R square, where R cap is the unit vector along the vector R. അപ്പോൾ വെക്ടർ ആറിൻ്റെ ഡയറക്ഷൻ കാണിക്കാനാണ് ആളാര്? R cap. അപ്പോൾ Q1 Q2 by R square into R cap എന്ന് എഴുതിയാലും ആരായി? വെക്ടർ ഫോം, കൂളംസ് ലോൻ്റെ വെക്ടർ ഫോം. അപ്പോൾ കൂളംസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ ഫോഴ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ എനി ടു ചാർജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ്. F is equal to 1/4πε0 Q1 Q2 by R square. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ചാർജുകൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ എന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. കൂളംസിലെ രണ്ട് ചാർജുകൾക്കിടയിൽ മാത്രമല്ല, എത്ര ചാർജ് ഉണ്ടെങ്കിലും ആ ചാർജുകൾക്കിടയിൽ എന്തുണ്ടാവും? ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു 3ഓ 4ഓ ചാർജോ എത്ര മൾട്ടിപ്പിൾ ചാർജുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പോൾ O എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നും R1 അകലത്തിൽ ഒരു Q1 ഉണ്ട്, അതേപോലെ R2 അകലത്തിൽ Q2 ഉണ്ട്, വേറൊരു ചാർജ് R3 അകലത്തിൽ Q3 ഉണ്ട്. അങ്ങനെ 3 ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമുക്കറിയാം കൂളംസ് ലോ പ്രകാരം Q1 ഉം Q3 ഉം തമ്മിൽ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ട് ഇല്ലേ? Q2 ഉം Q3 ഉം തമ്മിൽ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇല്ലേ? അതേപോലെ Q1 ഉം Q2 ഉം തമ്മിൽ എന്തുണ്ട്? ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ Q1 Q2നെ നമ്മൾ ഇങ്ങനെ വരച്ചാൽ, അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷന് നമ്മൾ അകലെ നമ്മൾ എന്ത് ചെയ്യുന്നു? R12 അല്ലെങ്കിൽ R21 എന്ന് എടുക്കും അല്ലേ? എന്നാൽ Q3 ഉം Q1 ഉം തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് എന്താ? അതും ഇങ്ങനെയാണ് അല്ലേ? ഇവിടെ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഇല്ലേ? R13. അപ്പോൾ Q1 ഉം Q3 ഉം തമ്മിലുള്ള അകലം R13, Q1 ഉം Q2 ഉം തമ്മിലുള്ള അകലം R12. ഈ Q1 ഉം ഫോഴ്സ് ആരെ മുകളിൽ അപ്ലൈ ചെയ്യുന്നു? Q2 Q1ൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ Q3 യും Q1ൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ Q1ൻ്റെ മുകളിൽ ഒന്നിൽ കൂടുതൽ ചാർജ്, അതായത് മൾട്ടിപ്പിൾ ചാർജ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ Q1ൻ്റെ മുകളിൽ ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q1ൻ്റെ ഫോഴ്സ് F ആണെന്ന് വിചാരിക്കാം. F1 is the force acting on the Q1. അപ്പോൾ നമ്മൾ കൂളംസ് ലോ പ്രകാരം ഈ Q1ൻ്റെ മുകളിൽ ആരൊക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്? Q2 ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. Q2 ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ എങ്ങനെയാണ് എഴുതിയിരുന്നത്? F12 അല്ലേ? Q3 ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? പ്ലസ് F13. അതായത് ഒരു ചാർജിൻ്റെ മുകളിൽ കുറേ ചാർജുകൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എല്ലാ ഫോഴ്സുകളും എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. വെക്ടർ അഡീഷനാണ്. വെക്ടർ സൈനോട് കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ഇൻഡിവിജ്വൽ ചാർജിൻ്റെ മുകളിൽ ഫോഴ്സ് കിട്ടും. ഇനിയിപ്പോൾ Q1 അല്ല, നമ്മൾ Q2ൻ്റെ മുകളിൽ ഫോഴ്സാണ് കാണുന്നത് വിചാരിക്കുക. അപ്പോൾ Q2ൻ്റെ മുകളിൽ ഫോഴ്സിനെ നമ്മൾ F2 എന്ന് എഴുതി. അപ്പോൾ F2ൻ്റെ മുകളിൽ Q1 ചെലുത്തുന്ന ഫോഴ്സിനെ നമ്മൾ എങ്ങനെ എഴുതുക? F21. Q3 ചെയ്യുന്നതോ? Q3 ചെയ്യുന്നത് F23 അല്ലേ? ഇനി F3ൻ്റെ മുകളിൽ Q3ൻ്റെ മുകളിലെ ഫോഴ്സാണ് കാണുന്നതെങ്കിലോ F3 ഈക്വൽ ടു F31 പ്ലസ്
F32. അതായത് ഒരു സിസ്റ്റത്തിൽ കുറേ ചാർജുകളുണ്ട്, ആ ചാർജുകളൊക്കെ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചാർജിൽ നിന്നുമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഓരോ ചാർജുകളും ചെലുത്തുന്ന ഫോഴ്സിൻ്റെ വെക്റ്റർ സം ആയിരിക്കും. The total force acting on a charge in a system is the vector sum of force acting by individual charges. Individual charge, ഓരോ ചാർജുകളും ചെയ്യുന്ന ഫോഴ്സിൻ്റെ സമ്മായിട്ട് നമുക്ക് എഴുതാം. നമ്മളിതിൻ്റെ എക്സ്പാൻഷൻ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരിക? എക്സ്പാൻഷനായിട്ട് എഴുതുകയാണെങ്കിൽ F12നെ നമ്മൾ എഴുതുക F1 is equal to Q1 Q2 by 4 pi epsilon 0 R12 square അല്ലേ, പ്ലസ് Q1 Q3 by 4 pi epsilon 0 R13 സ്ക്വയർ ഇങ്ങനെ എഴുതും. ഇപ്പോൾ 4 ചാർജ് ഉണ്ടെങ്കിൽ Q1 Q4 പ്ലസ് Q3 Q4 Q5 അങ്ങനെ എത്ര Q1 Q5 എത്ര ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെക്റ്റർ അഡീഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫോഴ്സ് ഓൺ ദ സിംഗിൾ ചാർജ് കിട്ടും. ദിസ് ഈസ് നത്തിങ് ബട്ട് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ ഫസ്റ്റ് ഇയർ വേവ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് 2 വേവുകൾ ഉണ്ടെങ്കിൽ ആ 2 വേവുകളും കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ടിൻ്റെയും കൂടിയും വെക്റ്റർ സമ്മാണ്. അതേപോലെ തന്നെ ടോട്ടൽ ഫോഴ്സ് ഓഫ് എ ചാർജ്, കുറേ ചാർജുകൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഫോഴ്സ് ഓൺ എ സിംഗിൾ ചാർജ് ഈസ് ദി സം ഓഫ് വെക്റ്റർ സം ഓഫ് ഓൾ ചാർജസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 നമ്മളെടുത്ത് നമ്പർ ഓഫ് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വരും? എക്സെട്രാ Q1 Qn by 4 pi epsilon 0 R1n square എന്ന് എഴുതാം. R1n square എന്ന് വരെ എഴുതാം. അപ്പോൾ അത്രയും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിലും നമുക്ക് ഇൻഡിവിജ്വൽ ഓരോന്നിൻ്റെ മുകളിലെ ഫോഴ്സ് നമുക്ക് ഏത് വെച്ച് കാണാൻ പറ്റും? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് കാണാൻ പറ്റും. ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ഒരു സിസ്റ്റത്തിൽ കുറേ ചാർജുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരാളുടെ മുകളിലുള്ള ഫോഴ്സ് കാണണമെങ്കിൽ എല്ലാ ചാർജുകളും ചെയ്യുന്ന ഫോഴ്സുകൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കിത് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ F1 is equal to Q1 by 4 pi epsilon 0 അല്ലേ? ഇത് കോമൺ അല്ലേ? ബാക്കിയുള്ളത് എന്താണ്? Q2 by R12 square, Q3 by R13 square, etc. Qn by R1n square ഇങ്ങനെ വരും അല്ലേ? ഇതിന് നമ്മൾ സമേഷൻ ഓവറോൾ സിഗ്മ വെച്ചിട്ട് അല്ലേ, മാത്സിൽ പഠിച്ച സമേഷൻ ഓവറോൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ F1 is equal to Q1 by 4 pi epsilon 0 അല്ലേ, സിഗ്മ Qi I equal to 2 to n Qi by R1i square. ഇപ്പോൾ ഐ ആണ് എന്ത് ചെയ്യുന്നത്? 2 മുതൽ n വരെ മാറുന്നത്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് എഴുതുമ്പോൾ നമുക്ക് Q1നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? Q0 ആയിട്ട് എടുക്കാം. Q0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം? Q1 Q2 Q3 എന്നിങ്ങനെ എഴുതിപ്പോവാം. അപ്പോൾ Q0 by 4 pi epsilon 0 Qi by Ri square. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് F is equal to ഫസ്റ്റ് ചാർജ് നമ്മൾ റെസ്റ്റ് ചാർജ് Q0ൻ്റെ മുകളിലെ ഫോഴ്സാണ് നമ്മൾ കാണുന്നതെങ്കിൽ Q0 by 4 pi epsilon 0 Q0 by 4 pi epsilon 0 sigma I equal to 1 to n 1 മുതൽ n വരെ Qi by R I square ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ ഐക്ക് 1 എടുക്കുമ്പോൾ Q1 by R1i square, Q2 by R1i2 square, Q2 by R03 അങ്ങനെ എത്ര ഉണ്ടെങ്കിലും നമുക്ക് എന്ത് എഴുതാം? ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. F equal to Q0 സിഗ്മ. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ചാർജുകൾ ഒരു സിസ്റ്റത്തിലുണ്ടെങ്കിൽ ഒരു ചാർജിൻ്റെ മുകളിൽ ഫോഴ്സ് കാണാൻ, അത് ഇനി ചാർജ് ചെയ്തായിക്കോട്ടെ, ഫോഴ്സ് കാണാൻ ഓരോ ചാർജും ചെയ്യുന്ന ഫോഴ്സിൻ്റെ സമ്മെടുത്താൽ മതിയാകും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഡെഫിനിഷൻ ഓഫ് 1 കൂളംബാണ്. ഒരു കൂളംബിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? SI യൂണിറ്റ് ആയ ചാർജിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്താണ്? കൂളംബാണ്. അപ്പോൾ ആ കൂളംബിനെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പം കൂളംസ് ലോ പ്രകാരം മാഗ്നിറ്റ്യൂഡ് നമ്മൾ മാത്രം എടുക്കുന്നതോ ഡയറക്ഷൻ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ 1 by 4 pi epsilon 0 Q1 Q2 by R square. This is the equation of Coulomb's law. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. Q1 is equal to Q2 equal to 1 coulomb and distance between them is
1 meter. Distance between them is 1 meter. അപ്പോൾ നമുക്ക് എഫ് എന്താ കിട്ടുക? 1/4πε0 എന്ന് കിട്ടും. 1/4πε0 ന്യൂട്ടൺ അല്ലേ എഫ് കിട്ടുക. ആറും ക്യൂ ഒക്കെ 1 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 1/ε0ൻ്റെ വില എത്രയായിരുന്നു? 8.85 × 10⁻⁻12. ഈ വാല്യൂ നമ്മളിതിൽ കൊടുത്തിട്ട് നമ്മൾ ഓരോ പ്രോബ്ലത്തിലും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തൊരു ഫിക്സഡ് വാല്യൂ നമ്മൾ ന്യൂമറിക്കൽ ന്യൂമറിക്കൽ മെത്തേഡ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1/4πε0ൻ്റെ വില ε0യുടെ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 9 × 10⁻9 എന്നാണ്. അപ്പോൾ ε0ൻ്റെ വില ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9 × 10⁻9 എന്ന് കിട്ടും. അപ്പോൾ ഈ വാല്യൂ ഓർത്ത് വെച്ചാൽ മതി. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകാൻ നിൽക്കണ്ട. ഈ വാല്യൂ ഓർത്ത് വെക്കുക. 1/4πε0 അല്ലെങ്കിൽ കെൻ്റെ വാല്യൂ എത്രയാണ്? 9 × 10⁻9 ആണെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ എഫിൻ്റെ വാല്യൂ എന്തായി മാറി? എഫ് = 9 × 10⁻9 ന്യൂട്ടൺ. അപ്പോൾ നമ്മൾ എവിടുന്നാണ് വന്നത്? ചാർജുകൾ രണ്ടിനെയും 1 കൂളംബ് ആക്കി, അകലം 1 മീറ്റർ ആക്കി, അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ നമുക്ക് എത്ര കിട്ടി? 9 × 10⁻9 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോവാം. ഡെഫിനിഷൻ: രണ്ട് ചാർജുകൾ ഈക്വൽ ആൻഡ് സിമിലർ ചാർജുകൾ 1 മീറ്റർ അകലത്തിൽ ഇരിക്കെ അവയ്ക്കിടയിലെ ഫോഴ്സ് 9 × 10⁻9 റിപ്പൾസീവ് ഫോഴ്സ് ആയാൽ ആ ചാർജുകൾ എത്രയായിരിക്കും? 1 കൂളംബ് ചാർജ് ആയിരിക്കും. അപ്പോൾ 1 കൂളംബ് ഈസ് ദാറ്റ് ചാർജ്. 1 coulomb is that charge if the force of repulsion between two equal and similar charges separated by 1 meter is 9 × 10⁻9 ന്യൂട്ടൺ. എന്നിട്ട് പറയാം 9 × 10⁻9 ന്യൂട്ടൺ രണ്ട് ഈക്വൽ ചാർജുകളെ ഒരു മീറ്റർ സെപ്പറേഷനിൽ വെക്കുമ്പോൾ അവരുടെ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ 9 × 10⁻9 ന്യൂട്ടൺ ആണെങ്കിൽ ആ വെച്ചിരിക്കുന്ന ചാർജുകൾ എത്രയാണ്? 1 കൂളംബാണ്. അപ്പോൾ 1 കൂളംബ് is that charge if the force of repulsion between two similar charge if they are separated by 1 meter is 9 × 10⁻9 ന്യൂട്ടൺ. രണ്ട് ഈക്വൽ ചാർജുകൾക്കിടയിലെ റിപ്പൾസീവ് ഫോഴ്സ് 9 × 9 ന്യൂട്ടൺ ആവുകയും അവ തമ്മിലുള്ള അകലം 1 മീറ്റർ ആയിരിക്കുകയും ആണെങ്കിൽ ആ ചാർജുകൾ എത്രയാണ്? 1 കൂളംബായിരിക്കും. അപ്പോൾ 1 കൂളംബ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്? നമ്മൾ കൂളംസ് ലോയുടെ ഇക്വേഷൻ എഴുതി, ചാർജുകളെ 1 കൂളംബ് കൊടുത്തു, ഡിസ്റ്റൻസ് 1 മീറ്ററും കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എഫിൻ്റെ വാല്യൂ കിട്ടി. എഫിൻ്റെ വാല്യൂ എത്രയാണ്? 9 × 10⁻9 ന്യൂട്ടൺ ആണ്. അപ്പോൾ രണ്ട് ഈക്വൽ ചാർജുകളെ 1 മീറ്റർ അകലത്തിൽ വെച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഫോഴ്സ് 9 × 10⁻9 ന്യൂട്ടൺ ആണെങ്കിൽ ആ ചാർജുകൾ എന്താണെന്ന് പറയാം? 1 കൂളംബ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ 1 കൂളംബ് എന്ന് പറയുന്നത് രണ്ട് സിമിലർ ചാർജുകൾക്കിടയിലെ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ 9 × 10⁻9 ന്യൂട്ടണും അവ തമ്മിലുള്ള അകലം 1 മീറ്ററുമാണെങ്കിൽ ആ ചാർജുകൾ 1 കൂളംബാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് 1 കൂളംബ് എന്ന് പറയുന്നത് എന്താണ്? ദ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് 9 × 10⁻9 ന്യൂട്ടൺ if they are separated by 1 meter. The force of repulsion between two equal and similar charges is 9 × 10⁻9 ന്യൂട്ടൺ if they are separated by 1 meter. 1 മീറ്റർ അകലത്തിലിരിക്കുന്ന രണ്ട് ഈക്വൽ ചാർജുകൾക്കിടയിലെ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ 9 × 10⁻9 ന്യൂട്ടൺ ആണെങ്കിൽ ദ ചാർജസ് ആർ 1 കൂളംബ് ഈച്ച്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ കൂളംസ് ലോ പറഞ്ഞു, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലേ. എന്താ കൂളംസ് ലോ പറഞ്ഞത്? ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചാർജസ്. അതിനെ നമ്മൾ വെക്ടർ ഫോമിലേക്ക് എഴുതി. ഒന്നിൽ കൂടുതൽ ചാർജ് ഉണ്ടാവുമ്പോൾ എന്തായിരിക്കും ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിംഗിൾ ചാർജ്? അതിന് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് പറഞ്ഞു. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫോഴ്സ് ഓൺ എ സിംഗിൾ ചാർജ് ഈസ് ദി വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. ഒന്നിൽ കൂടുതൽ ചാർജുകൾ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരാളുടെ മുകളിലെ ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ചാർജുകളും ചെയ്യുന്ന ഫോഴ്സിൻ്റെ സമ്മായിരിക്കും. ഇനി ഇതിൽ വരുന്ന ഒരു 2 പ്രോബ്ലം കൂടെ ചെയ്താൽ. അപ്പോൾ ഇത്രയുള്ള ക്വസ്റ്റ്യൻ
അല്ലേ? രണ്ട് പ്രോട്ടോണുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ കാണാം. അവ തമ്മിലുള്ള അകലം എത്രയാണ്? 1 മീറ്ററാണ്. അപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 കൂളം. അടുത്ത ചാർജ് എത്ര തന്നെയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 കൂളം അല്ലേ? പിന്നെ നമുക്കറിയേണ്ട വില എത്രയാണ്? 1/4πε0ൻ്റെ വാല്യൂ 9 ഇൻറ്റു 10⁻9 ആണ് അല്ലേ? ഇതല്ല ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ F ഇസ് ഈക്വൽ ടു എന്താണ്? 1/4πε0 Q1 Q2/r². r 1 മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ഡിവൈഡഡ് ബൈ 1 മീറ്റർ അല്ലേ? 1 അല്ലേ ഡിസ്റ്റൻസ്. പിന്നെ 1/4πε0ൻ്റെ വില 9 ഇൻറ്റു 10⁻9. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ സിമ്പിൾ ഹോംവർക്ക് തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇത് ചെയ്യുക. നോട്ട്സൊക്കെ അറ്റൻഡ് ചെയ്ത് എഴുതുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.